പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പ്രകാശനെ ഞെട്ടിച്ചുകൊണ്ടുള്ള വഴിത്തിരിവുകൾ ഉണ്ടായതിനെ തുടർന്ന് ഇനി എന്തു ചെയ്യുമെന്ന് പ്രകാശൻ ആലോചിച്ചിരിക്കുകയാണ്. മാത്രവുമല്ല, താനിപ്പോൾ ആകെ പെട്ടുപോയിരിക്കുകയാണ് എന്ന് പ്രകാശൻ മനസ്സിലാക്കുകയും ചെയ്യുന്നു. ഇതോടെ പ്രകാശൻ തിരിച്ചടിക്കണമെന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് വരികയാണ്. തന്നെ ഇതുവരെ സ്വപ്നം കാണിപ്പിച്ചുകൊണ്ട് പറ്റിക്കുകയായിരുന്നു എന്നുള്ള യാഥാർത്ഥ്യം തിരിച്ചറിയുന്ന പ്രകാശൻ ഒരുത്തനെയും താൻ വെറുതെ വിടുകയില്ല എന്ന് പറഞ്ഞിരിക്കുകയാണ്. പക്ഷേ ഇത് കേൾക്കുന്ന കാർത്തിക പുല്ലുവിലയാണ് പ്രകാശനുള്ളത് എന്ന് അറിയിക്കുകയും ഇനി മുതൽ പ്രകാശൻ കമ്പനിയിലേക്ക് വന്നു പോകരുത് എന്ന് അറിയിക്കുകയും ചെയ്യുന്നു. വീണ്ടും ഒന്നുമില്ലാത്തവനായി പ്രകാശൻ മാറിയതിനെ തുടർന്ന് പ്രകാശനെ കാണാനെത്തുകയാണ് പ്രകാശന് കടം കൊടുത്ത പ്രകാശന്റെ സുഹൃത്ത്. പ്രകാശ, എനിക്ക് തരാനുള്ള പൈസ നീ എപ്പോൾ തരും? ഈ വിവാഹം കഴിഞ്ഞു തരാം എന്നാണ് നീ പറഞ്ഞത്. ഇതിപ്പോൾ വിവാഹം കഴിഞ്ഞ് നീ പുറത്തായിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇനി എന്താണ് നിന്റെ പ്ലാൻ? എനിക്ക് കിട്ടേണ്ട പൈസ കിട്ടിയേ തീരൂ. ആ കാര്യത്തിൽ മറ്റൊരു സംശയവുമില്ല. പ്രകാശന് എന്നെ കൃത്യമായി അറിയാമല്ലോ. നൽകിയ പൈസയിൽ ഒരു രൂപ പോലും കുറയാൻ പാടില്ല. അതിൻ്റെ പലിശയും എനിക്ക് ലഭിച്ചേ പറ്റുകയുള്ളൂ പ്രകാശ. ഇല്ലെങ്കിൽ നീ വിവരമറിയും എന്നുള്ള കാര്യം വ്യക്തമാക്കുകയും ചെയ്തതിനെ തുടർന്ന് പ്രകാശൻ ഒന്ന് ഞെട്ടിപ്പോയിരിക്കുകയാണ്. കാര്യങ്ങൾ കൈവിട്ടു പോകുമോ എന്ന് ഭയപ്പെടുന്ന പ്രകാശൻ, അണ്ണാ, കുറച്ച് ദിവസം കൂടി എനിക്ക് സമയം തരണം. ഞാൻ എവിടുന്നെങ്കിലും ഞാൻ ശരിയാക്കി ആ പൈസയെല്ലാം തിരികെ തരാം. നീ എവിടെന്ന് തിരികെ തരാനാടാ? നിനക്ക് ഒരാൾ പോലും കടം തരാൻ പോകുന്നില്ല. നീ എൻ്റെ നിന്ന് കടം വാങ്ങിച്ചത് ആ കാർത്തികയുടെ പേര് പറഞ്ഞിട്ടാണ്. ഇതിപ്പോൾ ആ വിവാഹവും കഴിഞ്ഞ നീ പുറത്തുമായി. ഇനി നിനക്ക് ആര് പൈസ കടം തരാനാണ്? നീ തന്നെ ഒന്ന് ആലോചിച്ചു നോക്കൂ. ഇത് കേട്ടതിനെ തുടർന്ന് പ്രകാശന് കാര്യങ്ങളുടെ പോക്ക് മനസ്സിലായിരിക്കുകയാണ്. തനിക്ക് നിക്ക കളിയില്ല എന്നും മരണം മാത്രമാണ് മുന്നിൽ ഏക പോംവഴി എന്നും തിരിച്ചറിഞ്ഞതിനെ തുടർന്ന് പൊട്ടിക്കരയുന്ന അവസ്ഥയിൽ പ്രകാശൻ എത്തിയിരിക്കുകയാണ്. ഇതേ തുടർന്ന് പ്രകാശൻ എങ്ങനെയെങ്കിലും കാശുണ്ടാക്കണം എന്നുള്ള തീരുമാനം എടുക്കുകയും അതിനായി കാർത്തികയെ ഒരു തവണ കൂടി ചെന്ന് കണ്ടാലോ എന്ന് ആലോചിക്കുകയും ചെയ്തിരിക്കുകയാണ്. ഇതിൻ്റെ ഭാഗമായി കാർത്തികയുടെ അടുത്തേക്ക് ചെല്ലുന്ന പ്രകാശൻ വീണ്ടും പൈസ കടൻ ആയിട്ടെങ്കിലും തരണമെന്ന് ചോദിക്കുന്നു. കമ്പനിക്ക് വേണ്ടി ഞങ്ങൾ നേടിയെടുത്ത കോൺട്രാക്റ്റിൻ്റെ കുറച്ച് ഓഹരി ഞങ്ങൾക്കുള്ളതല്ലേ, അപ്പോൾ അതെങ്കിലും തരാനുള്ള മാന്യത കാണിക്കണമെന്ന് പറഞ്ഞതിനെ തുടർന്ന് ഒരു രൂപ പോലും പ്രകാശന് ലഭിക്കുകയില്ല. ആ കാര്യം ഞാൻ ഉറപ്പു തരാം. വേണമെങ്കിൽ കോടതി വഴി നേടിയെടുത്തോളൂ. ഈ കാര്യം കേട്ടതിനെ തുടർന്ന് പ്രകാശനാകെ തകർന്നു പോയിരിക്കുകയാണ്. ഇതോടെയാണ് പ്രകാശന്റെ മുന്നിലേക്ക് പ്രകാശന്റെ ആദ്യ ഭാര്യ കടന്നു വരുന്നത്. ഇപ്പോൾ പ്രകാശന് രാജയോഗം ആണ് എന്ന് അറിഞ്ഞുകൊണ്ട് കാണാൻ വന്നതാണ് എന്ന് അവർ വ്യക്തമാക്കി പൊട്ടിച്ചിരിക്കുകയാണ്. ഇതോടെ പ്രകാശനാകെ തകർന്നു പോകുന്നു. പക്ഷേ ഇതുകൊണ്ടൊന്നും പ്രകാശൻ തോൽക്കുകയില്ല എന്നുള്ള വെല്ലുവിളി കൊണ്ട് പ്രകാശൻ മുന്നിലേക്ക് പോകുമ്പോഴാണ് വീണ്ടും നെഞ്ചുവേദന വരുന്നത്. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.